ഹായ് ഫ്രണ്ട്സ്, മാംഗോ മെഡോസിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് കാണുന്നതാണ് നല്ലത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഇത് കണ്ടിട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടാലും മതി. അതിലില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള പല കാര്യങ്ങളും അതിനകത്തും ഉണ്ട്. ഇത് പരശുരാമൻ കേരളം ഉണ്ടാക്കാൻ വേണ്ടി മഴ എറിയുന്ന രംഗമാണ് ആ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, അതാണ് മഴ. അപ്പം മാംഗോ മെഡോസിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. ദുർഗ, കുങ്കുമപ്പൂവ്, സരസ്വതി, താമര, കാളിദേവി, ചെമ്പരത്തി, തെറ്റി, മഹാലക്ഷ്മി, ചുവന്ന താമര, ഗണപതി, കറുകപ്പുല്ല്, മുക്കുറ്റി, ബ്രഹ്മണ്യൻ, ചുവന്ന പൂക്കൾ, നെറ്റി, ധർമ്മശാസ്താവ്, അയ്യപ്പസ്വാമി, തെറ്റി, പരമശിവൻ, രാമതുളസി, ശ്രീരാമൻ, മുല്ലപ്പൊട്ട്, ബാലരാമൻ, വെളുത്ത ശംഖുപുഷ്പം, ശ്രീകൃഷ്ണൻ, തുളസി, നീലശംഖപുഷ്പം, കൽക്കി, അന്താർപ്പടം. ദേവി ദേവന്മാരെ ആരാധിക്കാൻ അതാണ് ദേവി ദേവന്മാർക്കുതകുന്ന പുഷ്പങ്ങൾ വേണമെന്നാണ് ഭാരതീയ ശാസ്ത്രം. കൂടുതലായിട്ട് നീർമാതളം നീർമാതളം പൂത്ത് കലർന്ന് നോക്കി പറയുന്ന നീർമാതളം എന്ന് പറയുന്ന മരമുണ്ട്. നമ്മുടെ കറിയൊക്കെ വയ്ക്കുന്ന പനയുണ്ട്. ആനപ്പന അല്ലെങ്കിൽ ചൂണ്ടപ്പന എന്ന് പറയും. ഇപ്പോൾ ഇവിടെ കാണുന്നത് എണ്ണപ്പനയാണ്. നമ്മൾ പാമോയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണപ്പനയാണ് ഈ കാണുന്നത്. നമ്മുടെ പെടൽപോട്ട് കുട്ടവഞ്ചിയുടെ ഏരിയയാണ്. ഇന്ത്യയിൽ ജാക്കറ്റ് നിർബന്ധമായിട്ട് യൂസ് ചെയ്തിരിക്കണം. അത് മറിയാൻ ചാൻസ് ഉണ്ടോ? മറിയാൻ ചാൻസ് ഒന്നുമില്ല. നമ്മൾ സേഫാണ്. നമ്മൾ അറിയാവുന്നവർ തനിയെ വന്ന് തുഴഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാക്കറ്റ്. ഇനി അഥവാ മറിഞ്ഞ് വീണാലും ഒന്നും പറ്റരുത്. സേഫ്റ്റിയുടെ എടുത്തിട്ട് കാര്യമില്ല. നമ്മളെ ഇതൊരു ഓട്ടപ്രദർശനം. ഇത് നമുക്കൊരു മനസ്സിലാക്കാനേ ഇവിടെ വരണം എന്നുള്ള ഒരു തൃപ്പലയിലെ 3 കൂട്ടം മരങ്ങളാണ് ഫ്ലോളായിട്ട് കാണുന്നത്. താനിക്ക, നെല്ലിക്ക. വലിയ മരമാണ്. താനി അതിന്റെ ബാക്കിൽ നെല്ല് കടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീക്കടമ്പ്, നീലക്കടമ്പ് എന്ന് പറയും. പണ്ട് ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ ചേല കട്ടെടുത്ത് കടമ്പ് മരത്തിന്റെ മുകളിലാണ് രൂപപ്പെടുന്നത്. ആ കാണുന്ന കടമ്പ് എന്ന് പറയുന്ന മരമാണ് നീലക്കടമ്പ് അല്ലെങ്കിൽ ശ്രീക്കടമ്പ് എന്ന് പറയും. നമ്മുടെ നേരെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഒരു മരം കേട്ടോ. അതാണ് കരിമരുത് എന്ന് പറയും. ഉള്ളിൽ കാണുന്നത് കരിമരുത് എന്ന് പറഞ്ഞാൽ കാട്ടിൽ യാത്ര ചെയ്യുന്നവർ വെള്ളമില്ലാത്ത സമയങ്ങളിൽ കരിമരുത് എന്ന് പറയുന്ന മരത്തിൽ ഇതാണോ? ഇതല്ല, ഈ ചാഞ്ഞ് നിൽക്കുന്ന മരത്തിന്റെ ബാക്കിൽ കാണുന്നത്. ഓപ്പോസിറ്റ് ബോർഡ് കണ്ടോ? ബാക്ക് വശം കാണുന്നത് ആ നിൽക്കുന്ന വണ്ണമുള്ളത്. അതായത് ആ മരങ്ങളിൽ വീശി എടുത്ത് കട്ട് ചെയ്ത് ഞങ്ങളിത് വെള്ളം കിട്ടും. ശരിക്കും ഇവിടെ എത്ര ഇനം മരങ്ങളുണ്ട്? നമുക്കിവിടെ 4800 സ്പീഷീസിലധികം മരങ്ങളും ചെടികളും ഔഷധസസ്യങ്ങളും ഒക്കെയാണ് നമുക്കുള്ളത്. 4800 മേളിലുണ്ടല്ലേ? ന്യൂവർക്കിന്റെ ഏരിയ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ന്യൂവർക്കിൽ പുതിയതായിട്ട് വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. അത് ഇവിടെ 4800 മുകളിലാണ് വൃക്ഷലതാദികളുള്ളത്. ഒരുപാട് ഔഷധ സസ്യങ്ങളും വളരെ റെയറായിട്ട് കാണപ്പെടുന്ന വൃക്ഷങ്ങളുമൊക്കെയാണ് ഇവിടെ വളർത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ചൂണ്ടയിടൽ കേന്ദ്രമാണ്. ചൂണ്ടയിടാൻ ചൂണ്ടയിടുന്ന കൃഷിയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇഷ്ടമായിട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് ബേർഡ് സാഞ്ചുറി എന്ന് പറയും. പക്ഷികളെ കാണാനും ഫോട്ടോ എടുക്കാനും കാശ് പിടിക്കാനും പറ്റും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പ്രൈവറ്റ് ഫോൺ മാംഗോ ഫോൺ എന്ന് പറയും. മാംഗോ ഷേപ്പിലാണ് ഫോൺ ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 4 അടി 7 അടി എടുത്ത് ആഴ്ചകളാണ് പ്രൈവറ്റ് ഫോൺ. ഒരാൾക്ക് 100 സെപ്പറേറ്റ് പേയ്മെന്റ് ഉള്ളതാണ്. ടിക്കറ്റിനായിട്ട് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള കൂടെ എൻട്രൻസ് ലോഡ്ജ് ഉണ്ടോ ഇവിടെ? വർക്കിംഗ് ആയിട്ട് 22 കോട്ടേജ് അകത്തുണ്ട് അല്ലേ? സീറ്റ് കിട്ടും. ഇത് കിട്ടും. ഓൺലൈൻ ബുക്കിംഗ് ആണ്. നേരത്തെ ഓൺലൈൻ ചെയ്ത് 5000 രൂപ തൊട്ട് 10000 രൂപ വരെ. 5000 രൂപ 5000 രൂപ സ്റ്റാർട്ടിങ്. ഇത് നമ്മുടെ മരവുരി എന്ന് പറയും. ഇത് കാട്ടിൽ കാണുന്ന മരമാണ്. വലിയ തടിയാവുന്ന മരമാണ്. മരവുരി, ആറാഞ്ഞിലി, ആറന്തു, ഡ്രസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന തോലായിരുന്നു. പട്ടമരം, മരങ്ങളായിരുന്നു. ഇതിന്റെ തോല് ചതച്ചെടുത്ത് വയ്ക്കാൻ നല്ല ഇലാസ്റ്റിക് പോലെ പരിഞ്ഞു കിട്ടണം. അതിന്റെ തൊലി മരവുരി, മരത്തിന്റെ തൊലി ഉപയോഗിച്ചുള്ള ഡ്രസ്സ് ധരിക്കുന്ന മരം. ഇതൊരു കോട്ടേജാണ് മാംഗോ കോട്ടേജ് എന്ന് പറയും. നമ്മൾ ഫിഷ് ഫീഡിങ് നടത്തിയില്ലേ? ഇന്നത്തെ പാലത്തിൽ തന്നെ വെള്ളത്തിന് സൈഡിൽ കുറെ കോട്ടേജുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. അതേ മോഡൽ കോട്ടേജാണ്. അതിന്റെ ഇതുപോലുള്ള ഓരോ കോട്ടേജിനും വരെ കൂടുതൽ മെയിനാണ്. ഈ കോട്ടേജിന്റെ പേരാണ് മാംഗോ കോട്ടേജ്. അതിന്റെ പ്രത്യേകത ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ നമുക്ക് ഫിഷ് ഫീഡിങ് നടത്താനും മീനുകളെ കാണാനും സൗകര്യമുള്ള കോട്ടേജാണ്. കൈപ്പത്തി കണ്ടോ ലെഫ്റ്റ് സൈഡില് ആണ്. കാട്ടത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതല്ല, പക്ഷികളാണ് ഫ്രൂട്ട്സ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഒറിജിനൽ വേറെ സ്ഥലങ്ങളിലുണ്ട്. അതായത് ഇതിൻ്റെ പേര് ഡയറക്ടേഴ്സ് ലാൻഡ് എന്ന് പറയാൻ കാരണം നമ്മുടെ സാറിൻ്റെ കയ്യിൽ ഈ മരങ്ങളെല്ലാം ഇവിടെയുള്ള എല്ലാ മരങ്ങളും സാറിൻ്റെ കയ്യിൽ ചുരുക്കമാണെന്ന് മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ആ ടീം ചെയ്യുന്നത്.
ബോട്ടിംഗ് ഫ്രീ ആണ് ഞങ്ങൾക്ക്. അല്ലല്ല, ബോട്ടിംഗ് ഒരാൾക്ക് 100 രൂപ സെപ്പറേറ്റ് പേയ്മെന്റ്. പബ്ലിക് തോടാണ്, ഒരു ക്ലബ്ബും ഇവിടെ ചെയ്ത് ടാങ്കൂടെ കണക്ട് ചെയ്ത് ചെയ്യുന്നതാണ് ആ ഏരിയ. പുറത്തേക്ക് പോകുന്ന അല്ലേ? പുറത്താണ്, പുറത്തുള്ള ഏരിയ ആണ് കേട്ടോ. പുറത്തുള്ള 20 മിനിറ്റ് 25 മിനിറ്റാണ് അതിൻ്റെ ടൈം. അതിൻ്റെ വെളിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ. നമ്മൾ വാലഡേസ് കാണുന്നത് ഇവിടെ ഒരു നല്ല സ്മെല്ലുണ്ട്, ആ കാണുന്ന ഒരു മണം. സ്റ്റാച്ചു നമ്മുടെ പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്റ്റാച്ചു ആണ്. ഇപ്പോൾ സിമെന്റിൽ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. കബരി മാർക്കറ്റ് എടുത്തിട്ട് കബരി മനുഷ്യൻ്റെ മനുഷ്യനില്ലാതെ പ്രകൃതി നിർവഹത്തിലെല്ലാം ചെയ്യുന്നതിൻ്റെ സ്റ്റാച്ചു എടുക്കുന്നത്. താഴെ കാണുന്ന ചെറിയ കുട്ടി പ്രകൃതിയെയും മനുഷ്യനെയും മാറി നിർത്തി നോക്കുന്ന പുതുതലമുറയാണ് കൊച്ചുകുട്ടികൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് വെറൈറ്റി ആയിട്ടുള്ള 4 കൂട്ടം മുളകളുണ്ട്. ഇത് നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞ മുളയാണ്. അത് ഓടമുള, ഓടക്കുഴൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുളയാണ് ഓടമുള എന്ന് ഉപയോഗിക്കുന്നത്. അത് ബ്ലാക്ക് മുള കരകൗശല വെച്ചിട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങ് വെള്ളത്തിൽ കുറച്ചെടുത്ത വണ്ണം കുറഞ്ഞ മുളയുണ്ട്, അതാണ് ലാത്തി മുള. പോലീസുകാർ ലാത്തി കത്തിരിക്കുന്ന മുള കേട്ടോ. ഇപ്പോഴില്ലേ ലാത്തി? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഫൈബറായിപ്പോ അല്ലേ? $10,000 $10,000 3 ടൈപ്പ്. കൗണ്ടറിൽ പോയി ഞാൻ റേറ്റ് എടുത്തായിരുന്നു. കൂടുതലായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്. ആ റൂമിൽ താമസിക്കുന്നത് മാത്രമായിട്ട് സേഫ് ആണല്ലേ താമസം? കുടുംബമായിട്ട് വന്നേ അതൊന്നും ഒരു കുഴപ്പമില്ല. വെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞിറങ്ങണം നമ്മൾ ഇന്നർത്ഥം. നമ്മുടെ ഒരു ബാമ്പു ആണ്, ബുദ്ധ ബാമ്പു എന്ന് വിളിക്കും. ബുദ്ധന്റെ മുടിക്കെട്ട് പോലെ ഇരിക്കുന്നതാണ് ബുദ്ധ ബാമ്പു. ഓക്കെ ഓക്കെ. അല്ലാതെ ബുദ്ധന് യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഓൾ സ്പൈസസ് അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ വായിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വായിച്ചോണ്ടിരിക്കുന്ന ലൈവാണ്. അതിന് കരോക്കെ വെച്ചിട്ടുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഫ്ലൂട്ട് വായിക്കുവാണ്. ഓക്കെ ഓക്കെ. കരോക്കയിൽ മറ്റേ ഇത് പിടിക്കും ചിലപ്പോ. ഇത് നമ്മുടെ കോപ്പിറൈറ്റ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെയുള്ളതെല്ലാം ഞാൻ സൂക്ഷിച്ച് ചെയ്യും. കോപ്പിറൈറ്റിന് ഇല്ലാത്ത കുറെ ഓഡിയോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. വീഡിയോസ്, ഓഡിയോ. അതായത് മധുരക്കിഴങ്ങ് വെറൈറ്റി ഉണ്ട്. രാമച്ചം, ആടലോടകം, പെരുംജീരകം. I will be
where you are. I will go where you go. I will follow you from heaven to hell, from heaven to hell.
മാംഗോ മെഡോസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള കരകളിൽ ഒന്നാണിത്. ഇതുകൂടാതെ 22 കോട്ടേജുകളും പാർക്കിലുണ്ട്. മാംഗോ കോട്ടേജുകൾ, പാടി പ്രീമിയം മുറികൾ, കൂട്ടുകുടുംബ മുറികൾ പോലെ വ്യത്യസ്ത തരത്തിലുള്ള കോട്ടേജുകളുണ്ട്. പാർക്കിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന കോട്ടേജുകളും താമസ സൗകര്യങ്ങളും പരിസ്ഥിതിയുടെ മൃദുവായ തുണിത്തരങ്ങൾക്ക് ഭംഗം വരുത്താതെ ശ്രദ്ധാപൂർവം സ്ഥാപിച്ചിരിക്കുന്നു. സമാധാനം തേടുകയും മനസ്സും ആത്മാവും ചലിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരാളെയും മാംഗോ മെഡോസ് ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ല ഓക്സിജനാണ്. ശരിക്കും ഒരു പ്രത്യേകതരം നല്ല ഒരു സ്മെല്ലാണ് ഇവിടെ. ഈ ഔഷധ സസ്യങ്ങളുടെ ഒരു മണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് എത്ര നേരം നടന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. കാരണം നല്ല ഓക്സിജൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡി നല്ല ഇതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു അന്തരീക്ഷം ഈ കിളികളുടെയും മറ്റ് ശബ്ദങ്ങളും ഇതുമെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒരു ഭയങ്കര രസകരമായ ഒരു അനുഭവമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുട്ടികളെ കൂട്ടി ഈ മാംഗോ മെഡോസിൽ വന്ന് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യണമെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതുകൊണ്ട് അവരുടെ ഒരു തേയില ടവറാണ്, തേയില കുന്നെന്നാണ് പറയുന്നത്. തേയില ഫുള്ള് നട്ടു വച്ചിരിക്കുകയാണ്. അതിൻ്റെ മണ്ടയിൽ ഒരു ഏറുമാടം പോലെയുണ്ട്. നമുക്കതിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചുറ്റുവട്ടമുള്ളതെല്ലാം കാണാം. പിന്നെ ഇതൊരു നാടൻ ചായക്കടയാണ്. നമ്മുടെ പണ്ടൊക്കെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന ചായക്കട, മാംഗോ വിലാസം ടീ ഷോപ്പ്. അതാണ് അവിടെ നമുക്ക് നാടൻ ചായയും എല്ലാം കിട്ടും. എല്ലാം വൃത്തിയാക്കുകയും കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ്ട് ഒരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ശ്രീബുദ്ധൻ ഇരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രിസ്ത്യൻ ചർച്ച്, മോസ്ക്, അമ്പലം എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. ഇത് മീനുകളെ ഊട്ടുന്ന ഒരു പാലമാണ്. മീനൂട്ട് പാലം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഈ പാലത്തിൽ കൂടെ കയറി നമ്മൾ
ഇവിടെയുള്ള ലൈക്കിൻ്റെ നടുക്ക് വന്നിട്ട് നമുക്ക് മീനിന് തീറ്റയിട്ട് കൊടുക്കാൻ പറ്റും. തീറ്റയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള മീനുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ പാലത്തിൻ്റെ നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് അടിച്ചിരിക്കുന്ന മുഴുവൻ തകിടുകളും, ഈ തകിടുകൾ കംപ്ലീറ്റ് ₹1 കോയിൻ ഉണ്ടാക്കിയതിന് ശേഷം മിച്ചം വന്ന തകിടാണ്. ഒരു ₹1 കോയിൻ ഉണ്ടാക്കുന്ന ഒരു തകിടാണ്. ആ തകിടേന്ന് ₹1 കട്ട് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് പോയതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ എഡ്ജ് വരുമല്ലോ, ആ എഡ്ജിനെ കൊണ്ടുവന്ന് ഇവിടെ ബിൽഡ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു നടപ്പാതയാണിത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 2 സൈഡും നല്ലപോലെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ അവിടെ തന്നെ നമുക്ക് റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേ മേളിൽ പിള്ളേർക്ക് യൂസ് ചെയ്യാൻ റോപ്പ് വേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഈ മാംഗോ മെഡോസിൻ്റെ ഈ 30 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഇതിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതാണ് മീൻ, ഏതാനും ഭാഗങ്ങൾ. കാരണം നിങ്ങളിനി നാളെ ഇവിടെ വരാനുള്ളതാണ്. ഇവിടെ വന്നു കഴിയുമ്പം ഞാൻ മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാനില്ലെന്നായിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഒരു 25% ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കി 75% നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നിരാശ തോന്നിയല്ല. മുഴുവൻ ഞാൻ പറഞ്ഞ് തീർത്തൊന്നും മുഴുവൻ കണ്ടതാണോ, വെറുതെ വീഡിയോയിൽ കണ്ടതായിരുന്നു, ഇതൊന്നും കാണാൻ വരണ്ടായിരുന്നു ഒരു തോന്നൽ വരാതിരിക്കാനും കൂടിയാണ് ഞാൻ അത്യാവശ്യം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് വന്ന് കയറി ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് വൈകുന്നേരം 5 മണി വരെ എല്ലാം കണ്ടും കേട്ടും പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാണിച്ചതൊന്നും അല്ലാതെ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ടെന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മുഴുവൻ കാണിക്കാത്തത്. സമയമുണ്ട്, വേണമെങ്കിൽ സമയം നിന്ന് ഇതെല്ലാം പിടിച്ചിടാം. അപ്പോൾ അതോടുകൂടി ഇത് കാണാനുള്ള നിങ്ങളുടെ ഒരു ജിജ്ഞാസയും ആഗ്രഹവും എല്ലാം നഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പ്രിയ സന്ദർശകർ അറിയാൻ, താങ്കൾ എടുത്തിരിക്കുന്ന എൻട്രി ടിക്കറ്റിൽ റൈഡിംഗ് കൂടാതെ സൈക്ലിംഗ്, ഗോ കാർട്ട്, ആർച്ചറി, ഷൂട്ടിംഗ്, ഹ്യൂമൻ ഗെയറോ, ട്രാംപോലൈൻ, സ്വിമ്മിംഗ് പൂൾ, കിഡ്സ് പൂൾ, പെഡൽ ബോട്ടിംഗ്, കുട്ടവഞ്ചി, വള്ളം തുഴയൽ, വാട്ടർ വീൽ, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, പോട്ട് മേക്കിംഗ്, ബോൾ പൂൾ എന്നിവ ഉൾപ്പെടുന്നതും റെസ്റ്റോറന്റ് ഏരിയയിൽ എത്തിച്ചേരുക. ഒരു പ്രത്യേക അറിയിപ്പ്: നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വനാന്തരങ്ങളിൽ മാത്രം ലഭ്യമാകുന്നത്ര ആയ ഓക്സിജനാണ്. ഇത് പരിശോധനകളിലൂടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. താങ്ക് യു. മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതാണ്. മീനിന് തീറ്റ കൊടുക്കാം. ഇതിനകത്ത് എത്ര ലക്ഷം മീൻ കാണും? എത്ര ലക്ഷം മീൻ? 64 ടൈപ്പിലുള്ള മീനുകളാണ്. ആ, നാടൻ മീനുകളുണ്ട്, കാർപ്പുമത്സ്യങ്ങളുണ്ട്, ആവോലി, രോഗു, കട്ല, നാടൻ കാരി, വരാല്, ചെമ്പലി, എല്ലാ ടൈപ്പിലുള്ള മീനുകളുണ്ട്. ഉണ്ട്. ഈ വളർത്തു മീനുകൾ അല്ലാത്ത മീനുകളുണ്ടോ? ഇല്ലല്ലോ. 90 മീനുകൾ ഇവിടെ ഉണ്ട്. വരാലും ഒക്കെ ഉണ്ട്. പിന്നെ വളർത്തു മീനുകളുണ്ട്. ഇതുകൊണ്ട് ₹1 കോയിൻ അടിച്ചെടുത്തതിന് ശേഷം മിച്ചം വന്ന തകിടാണ് ഈ താഴെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. വനങ്ങളിലുള്ള പോലത്തെ ഓക്സിജനാണ് ഇവിടെ ഉള്ളത്, നല്ല ശുദ്ധമായ ഓക്സിജൻ. പിന്നെ നമ്മൾ തടാകത്തിൽ ഇപ്പം ബോട്ടിങ് നടക്കുന്നുണ്ട്, പെഡൽ ബോട്ടുണ്ട്, പിന്നെ റോപ്പ് വേ ഉണ്ട്. തടാകത്തിൻ്റെ നടുക്ക് വരെ നമുക്ക് പോകാം, എല്ലാം ചുറ്റും കാണാൻ പറ്റും. ഇതുണ്ട്, ഇത് എത്ര നല്ല ലേക്ക്, ഫിഷ് ഫീഡിങ്, ഒത്തിരി ഐറ്റം, 90 ഐറ്റം മീൻ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. മീനിനെ കാണണമെങ്കിൽ ഇപ്പോൾ വെള്ളം ഒരിച്ചിരി കലങ്ങിയാണ് കിടക്കുന്നത്. ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. നടന്ന് നമ്മൾ നടുക്ക് വരെ വന്നു.
നടുക്കെത്തി കഴിയുമ്പോൾ ആകോലി മീനാണ് ആ കാണുന്നത്. ഇത് കടൽ മീനല്ലേ ആകോലി? ആകോലി കായൽ ആകോലി അല്ലേ? ചുരുങ്ങി ഇത് കഴിയുമ്പോൾ തന്നെ തനിയൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിയിട്ട് നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും. നമ്മൾ കയറി വന്നവർക്ക് അതേപോലെ വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആകോലിയെ വരുവുള്ളൂ, വേറെ മീനൊന്നും വരികയല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ മിക്സ്ഡിങ്ങിൻ്റെ ഏരിയ ഇതായതുകൊണ്ട് ഒരു സൈസുള്ള മീനായതുകൊണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. മറ്റേവരെ അടുപ്പിക്കല, ചെറുതൊക്കെ പല സ്ഥലത്തായിട്ടാണ് കാണുന്നത്. അവരെ ഇവരെ അടുപ്പിക്കല. കരിമീനൊക്കെ നമ്മൾ ആവശ്യങ്ങൾക്ക് കൂടുതൽ പിടിക്കാറുള്ളൂ. അതിൻ്റെ അടുത്തോട്ട് വരാറില്ല. ഇതെന്നാ ഏറ്റവും കൊടുക്കുന്നത്? കൃഷിയുടെ ഫുഡ് അതുപോലെ വാങ്ങണം. കൃഷിയുടെ വരുന്ന ഫുഡ് കൊടുക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓപ്പൺ നല്ല വലുപ്പമാണല്ലേ? പ്രത്യേക പാക്കേജുകൾ ഗ്രൂപ്പുകളൊക്കെ വന്ന് ബസ്സിൻ്റെ പാക്കേജിൽ ഈവൻറ്റിലൊക്കെ നമ്മൾ സ്റ്റേജ് പോലെ യൂസ് ചെയ്യും. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയിരുന്ന സന്തോഷമുള്ള ഏരിയയാണ്. വെയിൽ കായാൻ ഏരിയയാണ് കേട്ടോ. അതിൻ്റെ മണ്ടാലല്ലേ? സൈഡിൽ കാണുന്നതൊക്കെ നൈറ്റ് സ്റ്റേജിന് റൂമുകളാണ്. ഓക്കെ. വഞ്ചി, വള്ളം തുഴയൽ, വാട്ടർ വീൽ, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, പോട്ട് മേക്കിംഗ്, ബോൾ പൂൾ എന്നിവ ഉൾപ്പെടുന്നതും തികച്ചും സൗജന്യവുമാണ്. പ്രിയ സന്ദർശകർ അറിയാൻ താങ്കളെടുത്തിരിക്കുന്ന എൻട്രി ടിക്കറ്റിൽ ഗൈഡിംഗ് കൂടാതെ സൈക്ലിംഗ്, ഗോ കാർട്ട്, ആർച്ചറി, ഷൂട്ടിംഗ്, ഹ്യൂമൻ കെയറോ, ബോട്ടൊക്കെ ട്രാവോലൈൻ, കേട്ടോ. സ്വിമ്മിംഗ് പൂൾ, ഇതെല്ലാം ഉണ്ട്. കിഡ്സ് പൂൾ, ആ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. കുട്ടവഞ്ചി, വള്ളം തുഴയൽ, വാട്ടർ വീൽ, സൂം ഫിഷിംഗ്, ചെയ്തെടുത്തോ. ഫിഷ് ഫീഡിംഗ്, പോട്ട് മേക്കിംഗ്, ബോൾ പൂൾ എന്നിവ ഉൾപ്പെടുന്നത് തികച്ചും സൗജന്യവുമാണ്. ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് റൂം എടുത്ത് ഒരു ദിവസം ഇവിടെ തങ്ങി ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ കാണാൻ അനുഭവിക്കുന്നതാണ് ഏറ്റവും ഭംഗി. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ രാവിലെ 10 വന്ന് 5 വരെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മാത്രം കാര്യങ്ങളുണ്ട് ഇവിടെ. വേറൊരു റേഞ്ചാണ്. നമ്മൾ ശരിക്കും ലോകത്തിൽ എവിടെ നമ്മൾ ചെന്നാലും നമുക്ക് ഈ വാട്ടർ തീം പാർക്കുകളും മറ്റേ ഡിസ്നിലാൻഡ് പോലെയുള്ള പാർക്കുകളൊക്കെ ലോകം മുഴുവൻ ഉണ്ട്. പക്ഷേ ഇതുപോലെ ഒരു അഗ്രികൾച്ചർ തീം പാർക്ക് വേൾഡിൽ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. ലോകത്തിലെ ആദ്യത്തെ പാർക്കാണിത്. അപ്പോൾ ഈ പാർക്കിൻ്റെ വൈബ് വേറൊന്ന്, മറ്റ് പാർക്കുകളുടെ വൈബ് വേറൊന്ന്. ശരിക്കും ഈ പാർക്കിൻ്റെ ശരിയായ ഗുണം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്ന് കോട്ടയം എടുത്ത് താമസിക്കുക. ഇപ്പോൾ വലിയ റേറ്റ് കൊടുത്ത് കോട്ടയം എടുക്കാൻ ബുദ്ധിമുട്ട്. ഡോർമെറ്ററി ഉണ്ട്. 400 രൂപ തൊട്ട് ഒരു ഡേ ഡോർമെറ്ററി കിട്ടും. 1350 രൂപയ്ക്കൊക്കെ ഡോർമെറ്ററി ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ അതെല്ലാം പറഞ്ഞിരുന്നു. അത് ബുക്കിങ്ങും ഒക്കെ ചെയ്തിട്ട് നമുക്കിവിടെ വരാം. എങ്കിലേ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാവുള്ളൂ. തീർച്ചയായിട്ടും ഒരാൾക്ക് എക്സ്പ്ലോർ ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരിക്കും ഇത്. ഇത്രയും മനോഹരമായിട്ട് ഇത് അണിയിച്ചൊരുക്കി വെച്ചിട്ട് നമ്മളിത് വന്ന് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റായി മാറും. ആ ഒരു വലിയ മീൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ? ആകോലി ആകോലി നമ്മുടെ കായലിലുള്ള ആകോലി. ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ട് ഒരു പുണ്യപ്രവൃത്തിയായും നേർച്ചയായും വിശ്വസിക്കപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൽ ഒന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നു വരുന്ന ഈ ആചാരം മുൻപ് കേരളത്തിൽ മിക്കവാറും ഹൈന്ദവ ക്ഷേത്രത്തിൽ ആചരിച്ചു പോന്നിരുന്നു. മീനൂട്ട് അവർ ചെയ്യുന്ന പാവങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും അതുവഴി പുണ്യം ലഭിക്കുന്നതിനും വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ചില ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങളിൽ മീനൂട്ടെന്ന ആചാരം നടത്തുന്നതായി പറയപ്പെടുന്നു. പഞ്ചാബിൽ സിഖ് മതസ്ഥരുടെ അതിപ്രശസ്തമായ ആചാരമായ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ മീനൂട്ടെന്ന ആചാരം വളരെയധികം ആഘോഷമായി എപ്പോഴും കൊണ്ടാടപ്പെടുന്നു. വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും എന്നതുപോലെ ആയാലും മീനൂട്ട് മനുഷ്യരാശിക്ക് പ്രകൃതിക്കോ യാതൊരുവിധ ദോഷങ്ങളും
വരുത്തുന്നില്ല, മാത്രമല്ല മറിച്ച് നന്മ മാത്രമേ നൽകുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. മാംഗോ മെഡോസ് നാടൻ ചായക്കടയാണിത്. നല്ല സുഖിയനും ബോണ്ടായും പരിപ്പുവടയും എല്ലാം ഉണ്ട്. നല്ല നല്ല ചായ, ഒറിജിനലായിട്ട് ഉണ്ടാക്കിയ ചായ, നല്ല അടിച്ച ചായ കിട്ടുന്ന സ്ഥലം. നമ്മൾ 2 സുഖിയനും 2 ചായയും പറഞ്ഞു. ഈ ചായക്കടയുടെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇവിടെ ദൂരദർശൻ്റെ ഓപ്പണിംഗ് മ്യൂസിക്കാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ 15 രൂപയാണ് ചായക്ക്. നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ബാക്കി സ്ഥലത്തൊക്കെ 10 രൂപയേ ഉള്ളൂ. കൽക്കരി ഉപയോഗിച്ചാണ്, പഴയ രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ ചായ നല്ല ടേസ്റ്റായിരുന്നു, ചായ ഉഗ്രനായിരുന്നു. അതുകൊണ്ട് അവരെഴുതി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ 10 രൂപ വെച്ചേ ഉള്ളൂ, ഇവിടെ മാത്രമേ 15 രൂപയേ ഉള്ളൂ, ചിലവ് കൂടുതലായതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വേറെ 1-2 പോസ്റ്ററൊക്കെ ഉണ്ട്, സിനിമാ പോസ്റ്ററൊക്കെ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഇതിനകത്ത് ശങ്കർ, മോഹൻലാൽ, പൂർണിമ ജയറാം 3 താരങ്ങളുടെ ഉദയമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മറ്റേ അടിമച്ചങ്ങലയൊക്കെ അതൊക്കെ നേരത്തെ നസീറിൻ്റെ കാലത്തെ പടകൾ. പക്ഷെ നമ്മുടെ പുതിയ തലമുറയിൽ മോഹൻലാൽ എന്ന് പറയുന്ന, നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന ലാലേട്ടൻ്റെ ആദ്യത്തെ സിനിമയാണ് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മൂർഖൻ എന്ന് പറയുന്നത് നമ്മുടെ ജയൻ്റെ പടമാണ്. ജയനും സീമയും കൂടെയാണ് മൂർഖനിൽ നിൽക്കുന്നത്. ലാലേട്ടൻ അതിലെ ഒരു വില്ലനായിട്ട് അഭിനയിച്ചിട്ട് അവസാനം ഇന്ന് ഏറ്റവും വലിയ ഒരു നായകനായി മാറി നിൽക്കുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ, നസീറും സത്യനും KPSC ലളിതയും ഒക്കെയാണ് ആ പടത്തിലുള്ളത്. ശീലാമ്മയുണ്ട്. ശീലാമ്മ മാത്രം ജീവിച്ചിരിപ്പുണ്ട്, ബാക്കിയുള്ളവരെല്ലാം മരിച്ചു. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പതുക്കെ പുറത്തിറങ്ങി. ഇനിയും നമുക്ക് കുറേ സംഭവങ്ങളോട് അടുത്തൊക്കെ ഒന്ന് കാണാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അങ്ങോട്ട് പതുക്കെ നീങ്ങുകയാണ്. ഇത് തേയിലക്കുന്ന്, ഒരു തേയിലത്തോട്ടമാണ്. ഒരു കുന്ന് പോലെ ഇങ്ങനെ ചുറ്റും തേയില നട്ടിരിക്കുകയാണ്. അതിൻ്റെ ടോപ്പിൽ കയറി നിന്നാൽ ഇതിൻ്റെ ഫുൾ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തേയിലക്കുന്നിലേക്ക് നമ്മൾ കയറി പോകുന്ന രംഗമാണിത്. അവിടെ പക്ഷികളുടെ ചിലമ്പലും കരകളാരവും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. നല്ല രസമുണ്ട്. അതിൻ്റെ ടോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പാർക്ക് ഫുള്ളായിട്ടും ഒന്ന് കാണാൻ പറ്റും. അത്ര നല്ലൊരു വ്യൂ അവിടെ ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വ്യൂ. ചുറ്റും ഒന്ന് കറങ്ങി ഫുള്ളായിട്ട് നമുക്ക് താഴെ നടക്കുന്ന ആക്ടിവിറ്റീസ്, സൈക്ലിങ് കണ്ട 2 പേരൊന്നിച്ച് പോകുന്ന സൈക്കിള്, അത് നല്ല രസമാണ്. ഒരാൾക്ക് ചവിട്ടാൻ അറിയത്തില്ലെങ്കിലും മറ്റേ ആൾക്കൂടെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. സൈക്ലിംഗ് ആയി. ഒരാൾക്ക് കയറ്റം അറിഞ്ഞാൽ മതി. അങ്ങനെ കപ്പിൾസായിട്ടൊക്കെ സൈക്ലിങ് ചെയ്യാനുള്ള നല്ല അവസരം ഇവിടെ ഉണ്ട്. എല്ലാ വിധത്തിലും ഒരു ചെറിയ പർദീസ എന്ന് പറയാം. ഏദൻ തോട്ടവും പർദീസയും തന്നെയാണിത്. ഇത് വന്ന് ഈ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഇത്ര അടുത്ത് തന്നെ നമുക്ക് ഇത് ഉള്ളപ്പോൾ നമ്മളിതൊന്ന് ആസ്വദിക്കേണ്ടത് അത്യാവശ്യമാണ്. വരാത്തവർ തീർച്ചയായിട്ടും വരണം. ഇതുകൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. കുത്തനെയുള്ള പടിയാണ്. ഇറങ്ങുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കണം. പിന്നെ 2 സൈഡിലും നമുക്ക് പിടിയുള്ളതുകൊണ്ട് താഴെ പോയാല, എന്നാലും തെന്നിപ്പോയാൽ താഴെ ചെന്ന് നിൽക്കത്തുള്ളൂ. അങ്ങനെ കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഒരു ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. അപ്പോൾ അതിന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. 14 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ മനോഹരമായ പർദീസ. ദൈവം പണ്ട് പർദീസ പെട്ടെന്ന് സൃഷ്ടിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മനുഷ്യൻ നിർമ്മിച്ച പർദീസയാണ്. അതിന് അതിൻ്റെതായ പ്രയത്നങ്ങൾ ആവശ്യമാണ്. ദൈവമല്ലല്ലോ നമ്മൾ.
നമ്മളൊരു അമ്പലം കണ്ടു. ഈ അമ്പലത്തിനോടനുബന്ധിച്ച് എപ്പോഴും ഒരു അമ്പലക്കുളം കാണും. ഈ അമ്പലക്കുളമാണ് ഈ കാണുന്നത്. അമ്പലക്കുളത്തിലേക്ക് ഞാൻ വരുവാണ് ചെയ്തത്. ഈ കുളത്തിൽ ഇഷ്ടംപോലെ മീനുണ്ട്. ചെറിയ മീനുകളും വലിയ മീനുകളും ഒത്തിരി മീനുകളുണ്ട്. മറ്റേ നമ്മൾ മീൻ കൂട്ടിയ സ്ഥലത്ത് വലിയ മീനാണ് വന്നെങ്കിൽ ഇവിടെ ചെറിയ മീനാണ് വരുന്നത്. മീനൂട്ടാനുള്ളത് വെച്ചിട്ടുണ്ട്. മീനൂട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാനൊരിച്ചിരി മീനൂട്ടുകയാണ് ഈ അമ്പലത്തിൽ വന്ന്. ഉണ്ടോ, ഇഷ്ടം പോലെ മീനുണ്ട്, ഇഷ്ടം പോലെ കുഞ്ഞു മീനുകൾ. പിന്നെ വെള്ളം അത്ര ക്രിസ്റ്റൽ ക്ലിയർ അല്ലാത്തത് കൊണ്ട് നമുക്കധികം മീനെ വീഡിയോയിൽ കിട്ടുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നല്ല ഇഷ്ടം പോലെ മീനുണ്ട്. നമ്മളുടെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആണ് ഒരു സ്വല്പം കളറ് കുറവുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു മണ്ണിൻ്റെ രീതി. ഇച്ചിരി വളമൊക്കെ ഉള്ള മണ്ണാണല്ലോ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര തെളിഞ്ഞ വെള്ളം അല്ലാത്തതുകൊണ്ടാണ് നമുക്കത് അത്രയും കാണാതെ വന്നത്. പിന്നെ ഒരു പരശുരാമൻ കേരളം ഉണ്ടാക്കാൻ വഴിയൊറിയാൻ നിന്നാണ് പുറകെ നിന്ന വീഡിയോ. അപ്പം ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാം. വനത്തിനകത്തൂടെ ഓക്സിജനൊക്കെ ശ്വസിച്ച് ഞങ്ങൾ കുറച്ചു നേരം നടന്നു. കുറേ മരങ്ങളൊക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ട്. ഇതാണ്ട് ഒരു മരം, പാരിജാതം പൂത്തുലഞ്ഞു എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? പാരിജാതം പൂത്തുലഞ്ഞ് ആ പാരിജാതമാണത്. ആ പുറകെ കാണുന്നത് പരശുരാമൻ കേരളം മഴുവെറിഞ്ഞുണ്ടാക്കുന്നതിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. നല്ല ഉയരമുള്ള സ്റ്റാച്ചു ആണ്. അതാണ് പുറകെ കണ്ടത്. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് ഒരു സൈഡിൽ കയറി. ആ സൈഡ് നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് മറ്റേ സൈഡിൽ AC റെസ്റ്റോറൻ്റ് ആണ്. അങ്ങോട്ട് അവർ നമ്മളെ വിളിച്ചു. നമ്മൾ AC റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. വാട്ടർഫാൾ പോലെ ഉള്ള ഒരു വാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ബ്ലാക്ക് വാള്. ശരിക്കും നല്ല പാറപ്പുറത്തൂടെ വെള്ളം ഒഴുകുന്നത് പോലെയുള്ള വാള്. ആ വാളാണ് നമ്മളിപ്പോൾ കണ്ടത്. റെസ്റ്റോറൻ്റ് ആകും, നല്ലതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ കുര്യൻ സാറ്, ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥി. അദ്ദേഹമാണ് നമുക്ക് ഈ പാർക്ക്, ഈ മനോഹരമായ പാർക്ക് നമുക്ക് സമ്മാനിച്ച വലിയ മനുഷ്യൻ. വെള്ളം വീഴുന്ന വാള് നല്ല മനോഹരമായിട്ടുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് ക്യാമറയിൽ വരുമ്പോൾ അത്ര ഭംഗിയില്ലെന്നുള്ളേ ഉള്ളൂ. എന്നാലും നേരിട്ട് കാണുമ്പോൾ നന്നായിട്ടുണ്ട്. നല്ല വിശാലമായൊരു വലിയ വാള് നിറച്ച് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ
വീണുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കാഴ്ചകളും കൂടെ കാണാനുണ്ട്. അന്തരീക്ഷമൊക്കെ ഇച്ചിരി മൂടിയിട്ടുണ്ട്. മഴ പെയ്യുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ എന്താണേലും ഇപ്പോൾ തൽക്കാലം ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ കുറച്ച് കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. 14/2021 ഞങ്ങളുടെ ഡാറ്റ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടനയുടെ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഈ മാംഗോ മെഡോസിൽ ഞങ്ങൾ വന്നിരുന്നപ്പോൾ എടുത്ത ചില ഫോട്ടോകളാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. മാർച്ച് 14, 2021. അതിൽ നിന്നും വളരെയധികം ബെറ്ററായി ഈ മാംഗോ മെഡോസ്.
പിടിച്ച മുഴുവൻ വീഡിയോകൾ ഇപ്പോൾ ഇടുന്നില്ല. തൽക്കാലം ഇന്നത്തേന് ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ശരിക്കും കുറേ വീഡിയോകളും കൂടെ ഉണ്ട്. അതിനിപ്പോൾ നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കിയാലും മതി, ഞങ്ങൾ ഇട്ടില്ലേലും കുഴപ്പമില്ല. തൽക്കാലം ഞങ്ങൾ പാർക്കിന് പുറത്തേക്ക് പോകുന്ന വീഡിയോയും കൂടെ ഇട്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്താലും മതി. പിന്നെ ആൾക്കാർക്ക് താല്പര്യമാണെങ്കിൽ ആ വീഡിയോസും കൂടി ഇടാം. ഒരു എപ്പിസോഡും കൂടെ ചെയ്യാനുള്ള സംഗതി ഇരിപ്പുണ്ട്. അത് നിങ്ങൾ നേരിട്ട് പോയി കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അല്ലെങ്കിൽ ചെന്ന് നേരിട്ട് കാണുമ്പോഴത്തേക്കും കണ്ടത് മാത്രമായി മാറരുതല്ലോ. ഇതിപ്പോൾ 25% കാണിച്ചിട്ടുള്ളൂ. ഞാൻ 75% കാണാൻ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം. നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് യാതൊരു നഷ്ടവും നിങ്ങൾക്കുണ്ടാവില്ല. വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ശരിക്കും നേരിട്ട് വന്ന് അത് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. വീഡിയോയിൽ കാണുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ചെറിയ അംശം മാത്രമേ നിങ്ങൾക്ക് പകർന്നു തരാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അവിടെ വന്ന് വ്യക്തിപരമായിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് അതിന് ബുദ്ധി വരുന്നത്. പിന്നെ പറ്റുമെന്നുള്ളവരെല്ലാം ഇവിടെ വന്ന് റൂം എടുത്ത് ഒരു ദിവസം ഇവിടെ താമസിച്ച് അതിൻ്റേതായ ഒരു വൈബ് ഒന്ന് ആസ്വദിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം ഇവിടെ താമസിക്കാൻ ഈ പറയുന്ന വലിയ ഇതൊന്നുമില്ല. ഡോർമെറ്ററി ഒക്കെ എടുക്കുന്നവർക്കാണ് ചെറിയ പൈസ ആകത്തുള്ളൂ. 400 രൂപയോ 1300 രൂപയൊക്കെ ആകത്തുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. പാർക്കിങ് നമ്മുടെ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയും ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ ചാനലാണ്, തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ സഹകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ വളരുകയുള്ളൂ. നിങ്ങളുടെ സഹകരണം അനുസരിച്ചാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. From heaven to earth.